ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപ, ശാന്തി, സമാധാനം, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ചതുർത്ഥ സ്കന്ധം, 4-ാമത്തെ സ്കന്ധം ഭാഗവത്തിൽ അല്പം വായിക്കാം. വായിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഭാഗവതം വായിക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇത് സ്വയംഭുവ മനുവിൻ്റെ സന്തതികളുടെ ചരിത്രത്തിൽ ആകൂതി മുതലായവരുടെ സന്തതി ചരിത്രമാണ്. അതൊക്കെ നമുക്ക് പഠിക്കണമുള്ളതാണ്, വായിച്ച് പഠിക്കാം. വായിക്കാനും പഠിക്കണമല്ലോ. അത് ഇപ്പം ഈ കർക്കിടക മാസം രാമായണം ആയതുകൊണ്ടാണ്, രാമായണ മാസം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വായിച്ചുകൊണ്ടിരുന്ന ദശമസ്കന്ധത്തിൻ്റെ ബാക്കി ഇത് കഴിയുമ്പോൾ അത് വായിക്കും. ഇപ്പം ഇടയ്ക്ക് വെച്ച് അല്പം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ, ഭാഗവത പാരായണങ്ങളൊക്കെ വായിക്കുന്നവർക്ക് ഇത് വായിച്ച് പഠിക്കാമല്ലോ. അതുകൊണ്ട് വായിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ബാലേ ശുഗപ്പൈതലേ വരിക ഇന്നു നീ കാലേ തെളിഞ്ഞു പറകടോ ശേഷവും ഭാഗവതാർത്ഥം അറിഞ്ഞു ചൊല്ലിടുവാൻ ആഗമജ്ഞന്മാർക്കും ആവതല്ല. എങ്കിലും ഞാൻ അറിഞ്ഞുള്ളതൊട്ടൊട്ടു ചുരുക്കമായി ആനന്ദ സാധനമാം അത് ചൊല്ലുവൻ. ആനന്ദ സാധനമാണ്, പരമാത്മാവിനെ അറിയാനുള്ള സാധനം, ഔഷധമാണിത്. അത് വേദം അറിയുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ ഇത് അറിയാൻ പറ്റുകയില്ല. ഭാഷണം കേജിൽ തുടങ്ങുകിലും പരിഭൂഷണം മാമകമില്ലൊരു സംശയം. കേട്ടുകൊള്ളുകെങ്കിൽ വിസർഗം പർവ്വതി ശ്രേഷ്ഠമായിടും ചതുർത്ഥ ഭാഗത്തിനാൽ. കാര്യസംഭൂതി വിസർഗമെന്നായത് കാര്യം ജഗത്തിങ്കൽ ഇങ്ങനെ മുമ്പിനാൽ പ്രാണികുലത്തെ സൃഷ്ടിച്ചു വളർത്ത്. ആദിപ്രാണികളിൽ പ്രധാനം മനുഷ്യർക്കല്ലോ. ആദ്യമേ ഈ പ്രാണികുലമൊക്കെ ഇവിടെ സൃഷ്ടിച്ചു. എന്നാലോ പ്രാണികൾ വെച്ച് മനുഷ്യർക്കാണ് പ്രാധാന്യം. മാനവന്മാർ ഭഗവൽ ഭജനത്തിനാൽ മാനസാനന്ദം ഭവിപ്പത് അത്യുത്തമം. കേവലം മാനവന്മാരിൽ മുമ്പുള്ളവൻ ആവിർഭവിച്ചാൻ മനുപ്രവരോത്തമൻ. സ്വയംഭുവാഖ്യനവന് ശതരൂപാജായ മനോഹരിയാം അവൾ പെറ്റുടൻ മൂവർ തനൂജമാർ മുമ്പിൽ യഥാകൂതി ദേവഹൂതി തഥാസാപി പ്രസൂതിയും. മോദേന ചെമ്മേ വളർന്നാരവർകളും സാദരം അന്ന് ശതരൂപയും നിർബന്ധാനും മുതിർന്നിതിലാകൂതി തന്നെ അങ്ങാനന്ദമോടും യുജയേ ദദാപിയും മാനസ കൗതുകം പൂണ്ടു പതിയുമായി മീനകേതു ക്രീഡയാ വസിക്കുന്ന നാൾ. വന്നു ജഗന്മയനായ നാരായണൻ നന്ദനായി ചമഞ്ഞിടിനാൻ അഞ്ജസ. യജ്ഞനെന്നുള്ളൊരു നാമധേയത്തോടും സുജ്ഞനാം ഈശ്വരൻ യൗവനാരംഭകൻ ലക്ഷ്മി ഭഗവതി തൻ കുലജാതയാം ദക്ഷിണ തന്നെയും വേട്ട് അരുളിടിനാൻ. ദ്വാദശ നന്ദനന്മാരവൾ പെറ്റുടൻ ആദിയിൽ വന്നുളരായത് അവരുടെ നാമങ്ങളെയും ക്രമേണ ചൊല്ലിടുവൻ. ആമോദമുൾക്കൊണ്ട് കേട്ടുകൊള്ളുകെങ്കിലോ തോഷൻ പ്രദോഷനും സന്തോഷനും ഭദ്രൻ യേശാന്തിയുടസ്പതിഭ്മാ കവർഭു സൃഘ്നൻ സുദേവൻ വിരോചനൻ എന്നവർ വിഘ്നം വിനാ ഷടാത്മജൈരേവതൻ. സ്വയംഭുവ അന്തരത്തിങ്കൽ അമരകൾ ആയതവരിന്ദ്രനായതു യജ്ഞനും. ഏവം ആകൂത്യപത്യാന് വൈദൗ സുതൗ ഏവം പ്രിയവ്രതനുത്താനപാതനും. രണ്ടുപേർക്കും ഭവിച്ചുള്ള അപത്യങ്ങൾ മറ്റുണ്ടാകയില്ല ചൊൽവാൻ മനഃശക്തിമേ. വണ്ടാർ തഴക്കുഴലാൾ ദേവഹൂതി പോന്നുണ്ടായി ചമഞ്ഞത് അവൾക്ക് അടുത്ത് അന്തികേ കുണ്ടത തീർന്നവൾ തന്നെയും കർദ്ദമനിണ്ടലൊഴിഞ്ഞു നൽകിടിനാൻ എന്നതോ മുമ്പേ പറഞ്ഞേൻ. അവൾ പെറ്റു പുത്രികൾ 9 പേരിൽ കലാമൂത്തവളവൾ തൻ പ്രഥമാനന്ദ യൗവനെ മാനസകമ്പമൊഴിഞ്ഞു അനുകമ്പയാ താപസൻ സംപ്രീതനായി കൊടുത്താൻ.
മരീചിക്കവൻ തൽപുത്രനായി കശ്യപൻ പ്രജാനായകൻ. താനുളനായാൻ അവനുളവായ സന്താനജാതങ്ങളാലേ ഭുവനത്രയം പൂർണ്ണമായി വന്നു. കശ്യപൻ ഇളയവൻ പൂർണിമ, സുതർ വിരജൻ വിശ്വകനും പൂർണിമ, പുത്രി ഹരിപാദ ശൗച സമ്പൂർണയും പൂർണിമാനഞ്ചതൽ കേവലം. രണ്ടാം അവൾ അനസൂയയെ കണ്ട് അകതണ്ടിളകിക്കനിയോടുടൻ അത്രിതാൻ കൊണ്ടാടി മാനിച്ചു. വേട്ടാൻ അവളിൽ നിന്നുണ്ടായത് ആദിത്രിമൂർത്യംശ സുതത്രയം. ദത്താബ്ജ ദുർവാസസ വിപ്ര ദത്താബ്ജ ദുർവാസസ വപി ശ്രദ്ധായ സദ്യ കരം പിടിച്ച് അങ്കിരസാമുനി. നാലാത്മജമാരവൾ പറ്റിയതു സീനി വാലി കുഹു രാഗയുന്തധാനുമതി. മൂവർ സുതന്മാരും തത്യതൻ ബൃഹസ്പതി ദേവഗുരു സമൻ സംവർദ്ധനുമവർ. നാലാമതായ അവർ ഭൂവിനെ കരമാലംബിച്ചാൻ പുലസ്ത്യൻ മുഹുരേവതാം. ഉണ്ടായിതങ്ങവൾ പെറ്റുടൻ വിശ്രവസുണ്ടായ കൗതുകത്തോടവൻ താനഥ വേട്ടുകൊണ്ടിടിനാൻ അമ്പോടിളിപിളാം പാട്ടമൊഴിഞ്ഞവൾ പെറ്റു ധനേശനേ. പ്രാപ്തരായ ദശഗ്രീവാദി 3 പേരാത്മജന്മാരഥ കൈകസിക്കും തഥാ. രാക്ഷസാധീശ്വരന്മാർ പുലഹൻ പ്രിയ, സാക്ഷാൽ ഗതിക്രിയൻ താൻ ക്രതുവിൻ പ്രിയ. പെറ്റുടൻ ബാലഹില്യരാം കുമാരരാം ഷഷ്ടി സാഹസ്രകം ബ്രഹ്മർഷി മുഖ്യരും തെറ്റെന്ന് ഉളവായി ചമഞ്ഞാൽ അരുന്ധതി പെറ്റു വസിഷ്ഠനാൽ സപ്തർഷിമാർകളും. സദ്യോ ഭവിച്ചാൽ അധർവണനേറ്റവും വിദ്യോദിതാംഗിയാം ശാന്തി മനോഹര. ഖ്യാതി ഭൃഗുമനിതൻ പ്രിയയായി അതിഖ്യാതി പെറ്റുള്ള മൃഗണ്ടു മഹാമുനി മാർക്കണ്ഡയാഖ്യൻ മൃഗണ്ടു തന്നാത്മജൻ. കേൾക്കടോ വേദശിരസുതൻ ഭ്രാതാവും ഇങ്ങനെ ദേവഹൂത്യാത്മജമാരവർ അങ്ങു മരീചി മുഖ്യപ്രിയമാരല്ലോ. മംഗലരാം അവർക്കുള്ള അപത്യോത്ഭവം എങ്ങനെ ഞാൻ പറയുന്നു വിചാരിതേ. പിന്നെ നാരായണൻ 10ാമതങ് അവൾ തന്നിൽ നിന്ന് അങ്ങ് അവതീർണനായിടിനാൻ. ശ്രീ കപിലാചാര്യനായ അവൻ സർവയോഗശാസ്ത്രജ്ഞ യോഗീന്ദ്ര ഗുരുവരൻ. അങ്ങനെയായിതെല്ലാം പ്രസൂതിയെ തുങ്കനാ ദക്ഷനായി കൊണ്ടു നൽകിയിടിനാൻ. മംഗലൻ സ്വയംഭുവൻ ശതരൂപയാ ഭംഗ്യാ പുനരവൾ പെറ്റത സാമ്പ്രതം. ഷോഡശ കന്യകമാരുള്ളരായ അതിൽ വാടാതെ കണ്ടു 13 പേരെയും ധർമ്മരാജന് കൊടുത്താൻ അതിശയ സമ്മാനമാർഗേണ ദക്ഷപ്രജാധിപൻ. ശ്രദ്ധാഭി മൈത്രീ ദയാ ശാന്തി തുഷ്ടിയും മുക്താംഗി പുഷ്ടി ക്രിയോ ഉന്നതി ബുദ്ധിയും മേധാ തിദിക്ഷയും ഹ്രീ മൂർത്തി എന്നവർക്ക് ആദിക്രമാദഭിധാനങ്ങളായ അതിൽ ശ്രദ്ധ പെറ്റുള്ളൂ ശുഭൻ. പ്രസാദൻ മൈത്രീപുത്ര അഭയൻ ദയാത്മജൻ ശാന്തിജൻ ഭദ്രൻ മുതൻ തുഷ്ടിജൻ സ്മയൻ പുഷ്ടിജൻ ഭദ്രപ്രദനായ യോഗൻ ക്രിയാത്മജൻ. ദർപ്പനാകുന്നതങ്ങ് ഉന്നതീനന്ദനൻ ശില്പമെഴും അർത്ഥനായത് ബുദ്ധിജൻ. മേധാത്മജൻ സ്മൃതിതാൻ ക്ഷേമനന്വഹം ബാധയൊഴിഞ്ഞ തിദിഷാത്മജനാഭി ശ്രീസുതൻ പ്രശയൻ പോൽ അഥ കേവലം മൂർത്തിജന്മാർ നരനാരായണരല്ലോ. ഏവം 13 പറ്റുള്ളവർ 14 അവർക്ക് അനുജാതയാ സ്വാഹയെ പാവകൻ അങ്ങു കൊടുത്തു തെളിഞ്ഞ്. അതിപാവനയാ സ്വത തന്നെ പിതൃക്കൾക്കും കേവലം ചെമ്മേ കൊടുക്കം മഹാദേവനായി കൊണ്ടുകൊടുത്തു സതിയയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പാവകൻ അങ്ങ് കൊടുത്തു തെളിഞ്ഞ അതിപാവനയ സ്വധ തന്നെ പിതൃക്കൾക്കും കേവലം ചെമ്മേ കൊടുത്തൊടുക്കം മഹാദേവനായി കൊണ്ടുകൊടുത്തു സതിയെയും. പിന്നെ സതീവരൻ തന്നോട് സാമ്പ്രതം തന്നുള്ളിലുണ്ടായ വൈരാനുബന്ധത്താൽ ബ്രഹ്മാത്മജനായ ദക്ഷ പ്രജാപതി ദുർമത്സരേണ നശിച്ചു പോയാൻ ബലാൽ. പിന്നെ സതീവരൻ തന്നോട് സാമ്പ്രതം തന്നിലുള്ളിലുണ്ടായ വൈരാനുബന്ധത്താൽ ബ്രഹ്മാത്മജനായ ദക്ഷപ്രജാപതി
ദുർമത്സരേണ നശിച്ചു പോയാൻ ബലാൽ. സതീദേവിയെ ഈ ഭഗവാന് പരമേശ്വരന് കൊടുത്ത്. എന്നാലോ ഈ ദക്ഷപ്രജാപതിക്ക് അഹങ്കാരമൊക്കെ ആണല്ലോ, ശിവനോട് മഹേശ്വരനോട് വൈരം, അങ്ങനെ മത്സരം, ദുർമത്സരം, അങ്ങനെ എന്തൊന്നു ദക്ഷപ്രജാപതി നശിച്ചു പോയി എന്നാ അത് നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരങ്ങൾ ആർക്കുണ്ടെങ്കിലും അവർക്ക് വിനാശമാണ് വരുന്നത്, നശിക്കും. അവിടെ അങ്ങനെയാണ് ദക്ഷപ്രജാപതിക്ക് നാശം സംഭവിച്ചത്. സതീദേവി സാക്ഷാൽ പരമശിവന് ഭാര്യയായി വരേണ്ട ശിവശക്തിയല്ലേ, ശിവൻ്റെ ശക്തിയല്ലേ. പക്ഷേ അത് തപസ് ചെയ്തെന്തായാലും മഹാദേവനെ എടുത്തെങ്കിലും ദക്ഷപ്രജാപതി നോക്കുമ്പം എന്താ ഒരു ഭസ്മം പൂശിയ ഒരു വികൃതി രൂപമായ ശിവനെ കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് താല്പര്യമില്ലാത്ത എത്രമാത്രം എന്താ പറയുക, ശത്രുത്വം ഉണ്ടായി, വൈരമുണ്ടായി. അതുകൊണ്ടാണ് ആര് നശിച്ചു? അമ്മായിയപ്പൻ, സതിയുടെ അച്ഛൻ. അതാണ് ദുർമത്സരേണ നശിച്ചു പോയാൻ ആരാ? ദക്ഷപ്രജാപതി. ബ്രഹ്മാത്മജനായ, അത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ദക്ഷൻ. അഹങ്കാരിയായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇതൊക്കെ വായിച്ച് പഠിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.